കഴിഞ്ഞ ദിവസം അർജുനന്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറയുകയുണ്ടായി, ആരാണ് സ്ഥിതപ്രജ്ഞൻ? ഭഗവാൻ പല ശ്ലോകങ്ങളിലൂടെയും അത് അർജുനനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും, ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്നിങ്ങനെയുള്ള ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടായാലും, എത്ര വലിയ വിഷമങ്ങളായാലും അതിലൊന്നും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ, സുഖം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതെ, ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്നെല്ലാം വിമുക്തനായി ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്നു പറയാം എന്ന് ഭഗവാൻ പറഞ്ഞു. അതുപോലെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും അധികം ബാധിക്കപ്പെടാതെ, അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെ നിൽക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്നും ഭഗവാൻ പറഞ്ഞു. കാരണം ഇതെല്ലാം മായയാണ്. ഇന്നല്ലെങ്കിൽ നാളെ മാറി മറയും. ഇന്ന് നമ്മൾ കാണുന്ന ആളെ നാളെ കാണില്ല. ഇന്ന് നമുക്ക് ലഭിക്കുന്ന സുഖം നാളെ ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിലൊന്നും അധികം ഭ്രമം കാണിക്കാതെ സമ്പൂർണമായ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്നും ഭഗവാൻ പറഞ്ഞു. വിഷയ സുഖങ്ങൾ, മറ്റുള്ള ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് ഓരോന്നും ഏറ്റവും പ്രധാനമായി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളത് നാക്കാണ്. അങ്ങനെ സ്വയം നിയന്ത്രിക്കണമെന്ന് താല്പര്യമുള്ള പക്ഷം ആമ എങ്ങനെയാണോ അപകട സമയത്ത്, ഈ വിഷയങ്ങളെല്ലാം വളരെ വലിയ അപകടങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, ആമ എങ്ങനെയാണോ തൻ്റെ കാലുകളെ അപകട സമയത്ത് ഉള്ളിലേക്ക് വലിക്കുന്നത് എന്നതുപോലെ ഈ വിഷയസുഖങ്ങളെല്ലാം തന്നെ നമ്മളെ കൊത്താൻ വരുന്ന സർപ്പമാണ് എന്ന് മനസ്സിലാക്കി തൻ്റെ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ് വേണ്ടത് എന്നും ഭഗവാൻ പറഞ്ഞു. വിഷയ സുഖങ്ങളോടുള്ള താല്പര്യം എന്തായാലും നിലനിൽക്കും. പക്ഷേ അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ഭഗവാനിലേക്ക് ആക്കുകയാണ് എങ്കിൽ ആ ഉന്നതമായ രുചി, ഏറ്റവും ആനന്ദകരമായ രുചി എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്നുള്ള സ്നേഹമാണ്. ഭഗവാനെ നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് ഭഗവാൻ അതിൻ്റെ ഇരട്ടിയായി നമുക്ക് തിരിച്ചു തരും. ആ ആനന്ദം, പരമാനന്ദമാണ് ഏറ്റവും വലിയ രുചി. ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ് എന്നും, ഇങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണം പാലിച്ചതിന് ശേഷം തൻ്റെ ശ്രദ്ധ ഭഗവാനിലേക്ക് തിരിച്ചുവിടുകയാണെങ്കിൽ ഇതിൽ പരം ഒരു പരമാനന്ദം, ഇതിൽ പരം ഒരു രുചി ഒന്നിൽ നിന്നും, ഒരു ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ലഭിക്കാത്തത്ര രുചിയായിരിക്കും ഭഗവാനിൽ നിന്നും നമുക്ക് ലഭിക്കുക എന്നും അർജുനൻ മനസ്സിലാക്കി. പക്ഷേ ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തതും കരുത്തുള്ളതുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മനസ്സിനെ അവൻ എത്ര വിവേകിയാണ് എങ്കിലും ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. അങ്ങനെ വലിച്ചു നീക്കപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഭഗവാന്റെ പാതാരവിന്ദ സേവനത്തിൽ മനസ്സ് സ്ഥിരമാക്കുകയാണ്. വേറെ യാതൊരു മാർഗമില്ല എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് 61 മുതൽ 65 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമതി രാധാറാണിക്കും ശ്രീലപ്രഭുവാജിക്കും ഗുരുമഹാരാജിനും മാതാജിക്കും അനന്തകോടി പ്രണാമങ്ങൾ. 61 ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ. താനി മുൻപ് പറഞ്ഞിരിക്കുന്ന സർവ ഇന്ദ്രിയങ്ങളുടെയും സംയമനത്തിൽ, താനി സർവാണി സംയമ്യ, സംയമനം നിയന്ത്രിക്കുക. യുക്ത ആസീത മത്പര, യുക്തനായി മത്പര എന്നിൽ തന്നെ സ്ഥിതി ചെയ്യണം. സർവ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രണത്തിൽ വരുത്തി ആരോടും ദേഷ്യമില്ലാതെ, കോപമില്ലാതെ, വിഷമങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ എല്ലാം നിയന്ത്രിച്ച് മനസ്സ്
എന്നിൽ കേന്ദ്രീകൃതമാക്കണം. വശേഹി യസ്യ ഇന്ദ്രിയാണി. വശേഹി, ഇന്ദ്രിയങ്ങൾ ആർക്ക് വശമാണോ, ഇന്ദ്രിയങ്ങളെ നമ്മൾ മുറുക്കിപ്പിടിച്ച് കഴിഞ്ഞിരിക്കുന്നുവോ, ഇന്ദ്രിയങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോകുന്നില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവോ, തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത, അവൻ്റെ പ്രജ്ഞ അല്ലെങ്കിൽ അവൻ്റെ ബോധം സ്ഥിരമാണ്. ആരാണോ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ മനസ്സുറപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അവബോധം ഉറപ്പിക്കുന്നവൻ, അവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നു. ഭഗവാൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു കേൾക്കുമ്പോൾ അർജുനനും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ലെവലിൽ തന്നെയാണ് അർജുനനുള്ളത്. കാരണം എങ്കിൽ മാത്രമേ അർജുനൻ നമ്മൾ കേൾക്കുന്ന സാധാരണക്കാർ പോലുള്ള നമ്മുടെ ലെവലിലല്ല എങ്കിൽ നമുക്ക് ഭഗവാൻ പറഞ്ഞതൊന്നും മനസ്സിലാവില്ല. ഇവിടെ അർജുനന് പോലും പകുതിയൊന്നും മനസ്സിലാവില്ല. അർജുനൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇനിയും. അപ്പോൾ നമുക്കൊരു കഥ കേൾക്കാം. കാരണം ഇതെല്ലാം പോസിബിൾ ആണോ? ഇങ്ങനെയെല്ലാം ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുമോ? ഇന്ദ്രിയങ്ങളെ വശത്താക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ എല്ലാവർക്കും വരാം. ഈ ഭൗതിക യുഗത്തിൽ നമ്മൾ കാണുന്ന നിരവധി കാര്യങ്ങളുണ്ട്, ആസ്വദിക്കേണ്ടതായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുമോ? മനസ്സ് നിയന്ത്രിക്കാൻ പറ്റുമോ? ദേഷ്യം വരില്ലേ? യോഗമല്ലേ ഇതിനേക്കാൾ ഭേദം? യോഗസ്ഥനായിരിക്കുന്ന ഒരാൾക്ക്, യമനിയമ ആസനങ്ങളെല്ലാം പാലിച്ചിരിക്കുന്ന ഒരാൾക്കല്ലേ ഇതിനെല്ലാം സാധിക്കൂ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്ന ഒന്നാണ് അംബരീഷ് മഹാരാജാവിൻ്റെ കഥ. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്? വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? എന്തിനാ ചന്ദനം? എന്തിനാ തീർത്ഥം കഴിക്കുന്നത്? എന്തിനാണ് തുളസിയില തരുന്നത്? എന്തിനാണ് പൂക്കൾ നമുക്ക് മണപ്പിക്കാൻ തരുന്നത്? ഇതിനെല്ലാത്തിൻ്റെയും ഉത്തരമാണ് അംബരീഷ് മഹാരാജാവിൻ്റെയും ദുർവാസ മഹർഷിയുടെയും കഥ. ആ കഥ നമുക്ക് ഇന്നൊന്ന് കേൾക്കാം. എല്ലാ യോഗത്തിൻ്റെയും പരമകാഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഒരു പ്രാവശ്യം നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി നമ്മുടെ മനസ്സിനെ സ്ഥാപിക്കുക ആണ് എങ്കിൽ പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് അത് വിട്ടുപോരില്ല. ആ സ്ഥാപിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഭഗവത് പാതാരവിന്ദങ്ങളിൽ നമ്മുടെ മനസ്സുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സത്സംഗങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നതും ഭഗവത് കഥകൾ കേൾക്കുന്നതും കീർത്തനങ്ങൾ ആലപിക്കുന്നതും ഗുരുക്കന്മാരുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യുന്നതും. ശ്രീമദ് ഭാഗവതത്തിൽ അംബരീഷ് മഹാരാജാവിൻ്റെ കഥയുടെ അല്ലെങ്കിൽ അംബരീഷ് മഹാരാജാവിൻ്റെ ഭക്തിയെക്കുറിച്ച് ചില വരികളുണ്ട്. സവൈ മന കൃഷ്ണപദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനേ കരോ ഹരേ മന്ദിരമാർജനാദിഷോ ശ്രുതിം ചകാര അച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ തത്ഭൃത്യഗാത്രസ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദസരോജസൗരഭേ ശ്രീമത്തുളസ്യ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശപദാഭിവന്ദനേ കാമം ച ദാസ്യേ നതു കാമകാമ്യയാ. എന്താണ് അംബരീഷ് മഹാരാജാവ്? സവൈ മന കൃഷ്ണപദാരവിന്ദയോർ, തൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണ് ഉറപ്പിക്കുന്നത്. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ ആ സുന്ദരമായ രൂപം കാണുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, ഭഗവാനെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് അല്ല നോക്കേണ്ടത്, ഭഗവാനെ കാൽപാദങ്ങളിലൂടെ വേണം മുകളിലേക്ക് പടിപടിയായി ഉയർന്ന ഭഗവാന്റെ ഓരോ അവയവങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ കീർത്തിച്ച് പടിപടിയായി വേണം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് വേണ്ടി. അംബരീഷ് മഹാരാജാവ് ക്ഷേത്രങ്ങളിൽ ചെന്നാൽ തൻ്റെ മനസ്സിനെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണ് സമർപ്പിക്കുന്നത്. അതിനുശേഷം വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ, ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഭഗവാനെ കാണുന്ന സമയത്ത് എത്ര സുന്ദരമായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള തൻ്റെ വാക്കുകൾ, ഓരോ അവയവങ്ങളിലെക്കുറിച്ചുമുള്ള വർണ്ണനകൾ, ഇതിനെല്ലാമാണ് തൻ്റെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. നമ്മളും അമ്പലത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഭഗവാനെ കാണുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അതാണ് അംബരീഷ് മഹാരാജാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ മനസ്സുറപ്പിക്കുവാനാണ്. പിന്നീട് പല വിധത്തിലുള്ള സുന്ദരമായ കീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ കീർത്തിക്കുന്നതിനും പറയുന്നു. അതുപോലെ
കരൗ ഹരേ മന്ദിരമാർജനാദിഷൗ. കരങ്ങൾ, തങ്ങളുടെ കൈകൾ ഭഗവാന്റെ അമ്പലം ശുദ്ധീകരിക്കുന്നതിനാണ് പരീക്ഷിത് മഹാരാജാവ് ഉപയോഗിച്ചിരുന്നത്. നമ്മളും ക്ഷേത്രങ്ങളിൽ പോവാറുണ്ടല്ലേ, പക്ഷെ വളരെ ചുരുക്കം പേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം അമ്പലത്തിന് വേണ്ടി ചെയ്യാറുള്ളൂ. നമ്മൾ നടക്കുന്ന പ്രദക്ഷിണ വഴിയിൽ മിക്കവാറും എല്ലാവരും സംസാരിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. പ്രദക്ഷിണ വഴിയിൽ തുളസി ഇതളുകൾ താഴെ വീണ് കിടക്കുന്നുണ്ടാകാം. തുളസിയില ചവിട്ടുക എന്നുള്ളത് വളരെ വലിയ പാപമാണ്. ഭഗവാന് അർപ്പിച്ച പൂക്കളുണ്ടാകാം. ആരും ഒന്നും ശ്രദ്ധിക്കാറില്ല, നടന്നു പോകും, ചവിട്ടും. പക്ഷേ നടക്കുന്ന വഴിയിൽ തുളസിയില, ചെത്തിപ്പൂവ്, അങ്ങനെ എന്തെങ്കിലും ഭഗവാൻ അർപ്പിച്ച പൂവിൻ്റെ ഏതെങ്കിലും ഒരു അംശം കിടക്കുകയാണെങ്കിൽ പോലും അത് എടുത്തു മാറ്റി കൈവൃത്തിയാക്കിയിട്ട് വേണം പിന്നീടുള്ള നടത്തം. അല്ലെങ്കിൽ ഒരേ പ്രാവശ്യം എടുത്തുകൊണ്ടുപോയി പ്രസാദം വാങ്ങുന്നതിന് മുൻപ് കൈവൃത്തിയാക്കുക. പലപ്പോഴും മഞ്ചാടിക്കുരു താഴെ കുട്ടികൾ എടുത്തതിന് ശേഷം താഴെ വീണ് കിടക്കുന്നുണ്ടാകും. അതിലും ചവിട്ടി നമ്മൾ പോകും. അതെടുത്ത് വൃത്തിയാക്കി തിരിച്ചതിൽ വയ്ക്കാനുള്ള സേവയെങ്കിലും നമ്മൾ ചെയ്യണം. അമ്പലത്തിൽ പോകുന്നത് വെറുതെ ഓടി പ്രദക്ഷിണം വച്ച് എങ്ങനെയെങ്കിലും ഒരു വഴിപാട് തീർത്ത് മടങ്ങി വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരിക്കരുത്. അതുപോലെ കാതുകൾ ശ്രുതിം ചകാര അച്യുത സത്കഥോദയ. തൻ്റെ ചെവികൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അച്യുതൻ്റെ, ഭഗവാന്റെ ഭഗവത് കഥ ശ്രവണത്തിൽ മുഴുകുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവത് കഥ ശ്രവണങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം തൻ്റെ ചെവികൾ ഉപയോഗിച്ചിരുന്നത്. മുകുന്ദലിംഗാലയ ദർശനേ ദൃശൗ. കണ്ണുകൾ ഭഗവാന്റെ രൂപം ദർശിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. കാർവർണ്ണനായിട്ടുള്ള ഗുരുവായൂരപ്പനായിട്ടുള്ള ഭഗവാന്റെ രൂപം, സുന്ദരമായ ആ രൂപം, പീലി തിരുമുടി വച്ച് നിൽക്കുന്ന, മഞ്ഞപ്പട്ട ആട ചാർത്തി നിൽക്കുന്ന ആ രൂപം ദർശിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ശരീരം തത്ഭൃത്യ ഗാത്രസ്പർശേ അംഗസംഗമം. ശരീരസ്പർശനത്തിൽ സ്വന്തം ദേഹം, ഭക്തന്മാരുമായിട്ടുള്ള ആലിംഗനം ചെയ്യുന്നതിന്, ഭക്തർക്ക് വേണ്ടിയുള്ള ശരീരസ്പർശനത്തിൽ അദ്ദേഹം ആഹ്ലാദം പൂണ്ടിരുന്നു. അതുപോലെ ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ. ഘ്രാണം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? ഭഗവാന്റെ തൃപ്പാദ അർച്ചനയ്ക്ക് ഉപയോഗിച്ചിരുന്ന പുഷ്പങ്ങൾ മണക്കുന്നതിനാണ് നാസിക ഉപയോഗിച്ചിരുന്നത്. ഭഗവാൻ, നമുക്കും പ്രസാദം കിട്ടാറുണ്ടല്ലേ? പ്രസാദം കിട്ടുമ്പോൾ അതിൽ പൂവുണ്ടാവും, തുളസി പൂവുണ്ടാവും, ചെത്തിപ്പൂവുണ്ടാവും, എല്ലാ തരത്തിലുള്ള ഭഗവാന് അർപ്പിച്ച പൂക്കളും ഉണ്ടാകാം. അത് ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഉണ്ടായിരുന്ന പൂക്കളെ മണക്കുന്നതിന് വേണ്ടിയാണ്, അതിൻ്റെ ആ സുഗന്ധം തൻ്റെ ഉള്ളിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയാണ് തൻ്റെ നാസാരന്ധ്രങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ശ്രീമത് തുളസ്യ രസനാം തദർപ്പിതേ. ഭഗവാൻ അർപ്പിച്ചിരുന്ന തുളസീദളങ്ങൾ ആസ്വദിക്കുന്നതിൽ, തീർത്ഥത്തിൻ്റെ കൂടെ തുളസീദളവും കിട്ടാറുണ്ട്. തുളസീദളം ആസ്വദിക്കുന്നതിലാണ്, അതിൻ്റെ രസന സ്വാദ് അനുഭവിക്കുന്നതിനാണ് നാക്കുകൾ ഉപയോഗിച്ചിരുന്നത്. പാദൗ ഹരേ ക്ഷേത്ര പാദാനുസർപ്പണേ. ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനാണ്, വിവിധ ദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനാണ് രാജാവിൻ്റെ കാലുകൾ നീങ്ങിയത്. ശിരോ ഋഷികേശ പദാഭിവന്ദനേ. അദ്ദേഹത്തിൻ്റെ ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടേയിരുന്നു. നമ്മൾ എത്ര പേർ അമ്പലത്തിൽ പോയാൽ തല കുനിച്ചൊന്ന് നമസ്കരിക്കുന്നുണ്ട് ഭഗവാനെ? സാഷ്ടാംഗ പ്രണാമം എത്ര പേർ ചെയ്യാറുണ്ട്? അഹങ്കാരം തലയിൽ കിരീടം പോലെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് തലകുനിക്കാനേ സാധിക്കാറില്ല. ശ്രേഷ്ഠനായ അംബരീഷ് മഹാരാജാവ് തൻ്റെ ശിരസുകൾ ഭഗവാനെ പ്രണമിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. കാമം ച ദാസ്യേ നതു കാമകാമ്യയാ. കാമം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു, പക്ഷേ അത് ഭഗവാന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ആഗ്രഹമായിരുന്നു. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം. അംബരീഷ് മഹാരാജാവിൻ്റെ ആഗ്രഹങ്ങൾ ഭഗവാനെ എന്തൊക്കെയാണ് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അതെല്ലാം ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മളാണെങ്കിലും ഓരോരുത്തരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇനിയാണെങ്കിലും ശ്രദ്ധിക്കുക, നടക്കുന്ന വഴിയിൽ ഭഗവാന്റെ പുഷ്പങ്ങൾ വീണുകിടക്കാം, അത് എടുത്തു മാറ്റണം. ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ആദ്യം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഓടുകയല്ല വേണ്ടത്. ഗുരുവായൂർ പോലുള്ള അമ്പലങ്ങളിൽ നമുക്ക് ഒരു നിമിഷ നേരം മാത്രമേ കിട്ടുകയുള്ളൂ. അവിടെ ഇത് പ്രായോഗികമല്ല. എങ്കിൽ കൂടിയും സാധാരണയായി നമ്മൾ പോകുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് തുടങ്ങി വേണം ഭഗവാനെ ദർശിക്കുവാൻ. ഓരോ അവയവങ്ങളും ആസ്വദിച്ച് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് വേണം ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുന്നതിന്. തീർത്ഥവും തുളസീദളങ്ങളും ഉള്ളു ശുദ്ധീകരിക്കുന്നതിനും
ചന്ദനം അല്ലെങ്കിൽ പ്രസാദം അല്ലെങ്കിൽ കളഭം എന്തായാലും ശരീരത്തിലൂടെ ഭഗവാന്റെ, ചർമ്മത്തിലൂടെ ഭഗവാന്റെ രൂപത്തെ ആസ്വദിക്കുന്നതിനും ഭഗവത് സ്പർശം നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടിയും, നാക്കുകൾ ഭഗവത് കീർത്തനങ്ങളും നാമങ്ങളും ജപിക്കുന്നതിന് വേണ്ടിയും, അതുപോലെ കാതുകൾ ഭഗവത് കഥകൾ കേൾക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കണം ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്തെങ്കിലും. പൂർണ്ണമായ ഭക്തിയോടുകൂടി മനസ്സും ശരീരവും കാതും കണ്ണും എല്ലാം തന്നെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ടായിരിക്കണം നടക്കേണ്ടത് എന്ന് അംബരീഷ് മഹാരാജാവ് കാണിച്ചു തരികയായിരുന്നു ഓരോ ഭക്തർക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് ഭഗവാനിൽ തന്നെ അവബോധം ഉറപ്പിച്ചിട്ടുള്ള സ്ഥിരബുദ്ധിയായിട്ടുള്ള അംബരീഷ് മഹാരാജാവ് ഒരിക്കൽ ഏകാദശി കഴിഞ്ഞ് പിറ്റേ ദിവസം ദ്വാദശിയുടെ പാരണ നിർവഹിക്കേണ്ട സമയമായി. സമയം അടുത്തപ്പോൾ അംബരീഷ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ദുർവാസാവ് മഹർഷി വരികയാണ്. വളരെ സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി അംബരീഷ് മഹാരാജ് ദുർവാസാവ് മഹർഷിയെ സ്വീകരിച്ച് ഇരുത്തി. അതിനുശേഷം ഏകാദശി വ്രതം അവസാനിപ്പിക്കുവാനുള്ള സമയമായി, വരൂ ജലം പാനം ചെയ്യാം, തുളസീദളം കഴിക്കാം എന്നുള്ള രീതിയിൽ ദുർവാസാവ് മഹർഷിയെ വിളിച്ചുവെങ്കിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ നിത്യകർമ്മവും സ്നാനവും കഴിച്ചതിന് ശേഷം വരാം, അങ്ങ് എന്നെ പ്രതീക്ഷിച്ചിരിക്കൂ, ഞാൻ ഇപ്പോൾ തന്നെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി പോവുകയാണ്. എന്നാൽ പാരണാസമയം കഴിയാറായിട്ടും ദുർവാസാവ് മഹർഷി തിരിച്ചു വരാത്തതിനാൽ തൻ്റെ കൊട്ടാരത്തിലെ ശ്രേഷ്ഠരായ ബ്രാഹ്മണരോടും മറ്റുള്ളവരുടെയും നിർദ്ദേശം പാലിച്ച് അംബരീഷ് മഹാരാജാവ് ഒരു തുളസീദളവും ശുദ്ധജലവും കഴിച്ച് ഏകാദശി വ്രതം അവസാനിപ്പിക്കുകയാണ്. അതിശക്തനും തപസ്വിയും യോഗിയുമായ ദുർവാസാവ് മഹർഷിക്ക് അംബരീഷ് മഹാരാജാവിൻ്റെ ഈ പ്രവൃത്തി ഇഷ്ടമായില്ല. അദ്ദേഹം തൻ്റെ തലമുടിയിൽ നിന്നും ഒരു രാക്ഷസനെ, കൃത്യ എന്ന ഒരു രാക്ഷസനെ സൃഷ്ടിച്ചുകൊണ്ട് അംബരീഷ് മഹാരാജാവിനെ ഭസ്മമാക്കുന്നതിന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ അംബരീഷ് മഹാരാജാവ് യാതൊരു കൂസലുമില്ലാതെ, താൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൈകൂപ്പി നിന്നു. കൃത്യ തൻ്റെ കൃത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അംബരീഷ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്തിയതും ഭഗവാന്റെ സുദർശന ചക്രം എത്തുകയും കൃത്യയെ നാമാവിശേഷമാക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം സുദർശന ചക്രം ദുർവാസാവ് മഹർഷിയുടെ പുറകെ കൂടി. ദുർവാസാവ് മഹർഷി ഓടി എവിടെയെല്ലാമാണോ തനിക്ക് പോകാൻ പറ്റുന്നത് അവിടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ദുർവാസാവ് മഹർഷി പോയി. പക്ഷേ സുദർശന ചക്രം വിട്ടില്ല. ഓരോ സ്ഥലങ്ങളിലും ആദ്യം ഒരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി നേരെ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മദേവ, എന്നെ രക്ഷിക്കൂ, എൻ്റെ പുറകിൽ സുദർശന ചക്രമുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു. പക്ഷെ ബ്രഹ്മദേവൻ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ദുർവാസാവ് മഹർഷി നിന്നില്ല. പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും ഓടി ശിവന്റെ അടുത്തേക്ക്. മഹാദേവ രക്ഷിക്കൂ, സുദർശന ചക്രം പുറകെയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മഹാദേവന്റെ അടുത്തേക്ക് ചെന്നു. അവിടെയും രക്ഷയുണ്ടായില്ല. നിന്നില്ല, വിട്ടു. വീണ്ടും അവിടെ നിന്നും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഭഗവാനെ രക്ഷിക്കൂ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ കാൽക്കൽ വീണു. ഭഗവാനെ നാരായണ, എന്നെ രക്ഷിക്കൂ, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഇനി ഇങ്ങനെ ഒരു പ്രവൃത്തി എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പി സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുന്ന ദുർവാസാവ് മഹർഷിയോട് ഭഗവാൻ പറഞ്ഞു, നാഹം വശാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേനി ച മദ്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി ദുർവാസ. നാരദ മഹർഷിയോടും ഇതുപോലെ തന്നെ പറഞ്ഞു. ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നാരദ മഹർഷി ചോദിച്ചപ്പോൾ നാരദ മഹർഷിയോടും ഇതുപോലെ തന്നെയാ പറഞ്ഞു അല്ലേ. നാഹം വശാമി വൈകുണ്ഠേ യോഗിനാം ഹൃദയേനി ച മദ്ഭക്തായത്ര ഗായന്തി തത്ര തിഷ്ഠാമി നാരദ. ഞാൻ വൈകുണ്ഠത്തിലല്ല, യോഗിമാരുടെ ഹൃദയത്തിലല്ല. എവിടെയാണോ എൻ്റെ കീർത്തനങ്ങൾ ആലാപിക്കുന്നത്, എവിടെയാണോ എന്നെ സേവിക്കുന്ന ഭക്തന്മാരുള്ളത്, ആ ഭക്തരുടെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്നാണ് നാരദ മഹർഷിയോട് പറഞ്ഞിരുന്നത്. അതുതന്നെയാണ് ഇവിടെ ദുർവാസാവ് മഹർഷിയോടും പറഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മഹർഷിയെ, ഇതെല്ലാം എൻ്റെ ഭക്തരാണ്, ഞാൻ ഭക്തന് അടിമയാണ്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വിട്ടോളൂ, അംബരീഷ് മഹാരാജാവിൻ്റെ അടുത്തേക്ക് ചെന്നോളൂ, അദ്ദേഹത്തിന് മാത്രമേ താങ്കളെ സംരക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുകയാണ് ഭഗവാൻ. നേരെ വിട്ടു ദുർവാസാവ് മഹർഷി അംബരീഷ് മഹാരാജാവിൻ്റെ കാൽപാദങ്ങളിൽ അഭയം പ്രാപിച്ചു. അംബരീഷ് മഹാരാജാവിനോട് ദുർവാസാവ് മഹർഷി പറഞ്ഞു, എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണ്, ഒരു ഭക്തനെ ഞാൻ ഇങ്ങനെ നിന്ദിക്കാൻ പാടില്ലായിരുന്നു എന്ന് അപേക്ഷ മൂലം അംബരീഷ് മഹാരാജാവിൻ്റെ പ്രാർത്ഥന കൊണ്ട് സുദർശന ചക്രത്തെ വളരെ സ്നേഹത്തോടു കൂടി
തിരിച്ചു പോകണമേ എന്നുള്ള അഭ്യർത്ഥനമേൽ സുദർശന ചക്രം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്ദ്രിയ നിയന്ത്രണം എല്ലാവർക്കും സാധ്യമാണ്. ഇന്ദ്രിയ നിയന്ത്രണം പൂർണ്ണമായും ഇന്ദ്രിയങ്ങളെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആകാംക്ഷയിൽ നിന്നും ഒന്നും നിർത്തുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതേ ഇന്ദ്രിയങ്ങളെ വഴിതിരിച്ചു വിട്ട് ഭഗവത് സേവനത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പക്ഷം ദുഃഖങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും എല്ലാം വിമുക്തി നേടാൻ സാധിക്കുന്നതാണ്. എല്ലാവരും പറയുന്നതാണ്, ഞാൻ ഭഗവാനെ ഒരുപാട് സ്നേഹിക്കുന്നു, ഭഗവാൻ എപ്പോഴും നമുക്ക് ദുഃഖങ്ങൾ മാത്രമേ തരുന്നുള്ളൂ എന്ന്. അപ്പോൾ നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ദുഃഖവും സുഖവും എല്ലാം തന്നെ കർമ്മഫലങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിച്ച് തീരുക തന്നെ വേണം. ഭഗവാനെ അതിനുള്ള കഴിവ് എനിക്ക് നൽകണമേ, ഈ കർമ്മഫലങ്ങളെല്ലാം സന്തോഷപൂർവ്വം അനുഭവിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് നൽകണമേ എന്നുള്ള രീതിയിൽ സന്തോഷപൂർവ്വമായിരിക്കണം അത് അനുഭവിക്കേണ്ടത്. അല്ലാതെ ദുഃഖങ്ങൾ വരുമ്പോൾ തളർന്ന് തേർത്തട്ടിൽ അർജുനൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. തങ്ങളുടെ കർമ്മം നിർവഹിക്കണം. ഇതെല്ലാം കർമ്മത്തിൻ്റെ ഫലമാണ്, കഴിഞ്ഞുപോയ കർമ്മങ്ങളുടെ ഫലമാണ്. ഇത്രയുമാണല്ലോ തനിക്ക് വന്നിട്ടുള്ളൂ, ഇത് ഏറ്റവും ഭംഗിയായും സന്തോഷപൂർവ്വവും അനുഭവിക്കാൻ തന്നെ കൊണ്ട് സാധിക്കണമേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. അല്ലാതെ ദുഃഖം വരുമ്പോൾ തളർന്ന് ഇരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനെ കുറ്റം പറയുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ ഒരു തരത്തിലും നോക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത അല്ല വേണ്ടത്. ഇത്രയുമാണല്ലോ എനിക്ക് കിട്ടിയത്, ഇത്ര നിസാരമായ ഈ ദുഃഖങ്ങളും വിഷമങ്ങളും എല്ലാം തന്നെ സന്തോഷപൂർവ്വം എനിക്ക് അനുഭവിക്കാനുള്ള മനസ്സ് തരണമേ ഭഗവാനെ എന്നായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.